ഞാൻ ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോൾ മൊത്തം പെൺപിള്ളേര് ഫുഡ് കഴിക്കുന്നു. ഹായ് ഗായ്സ്, ഹൗ ആർ യു ഗായ്സ്? നമ്മൾ ട്രിപ്പാണ്. ഓക്കെ, എനിവേ 91K വ്യൂ. അടുത്ത തന്നെ 2.9 ലാക്ക് വ്യൂസ്. 2 ബ്രെഡ് പൊക്കി കാണിക്കുന്നു 1.2 ലാക്ക് വ്യൂസ്. ഇതിന്റെ പൈസ കിട്ടുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ആണുങ്ങൾ കാണിച്ചെന്തെങ്കിലും കിട്ടുമോ? അത് എങ്ങനെയാണ് അതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തുടങ്ങി നോക്കിയതാ. ഇനി ഞാൻ ഇത് എന്റെ ദൈവമേ, ഇത് എത്ര പൈസ അല്ലേ കിട്ടുന്നത്? അതായത് ചുമ്മാ ഫുഡ് കഴിച്ച് ഞാൻ അമേസ്ഡ് ആയിപ്പോയി. അമേസ്ഡ്. ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ആകുന്നു, എന്നെപ്പോലെ ആൾക്കാർ കാണുന്നു, അതിൽ ഏത് വ്യൂസ് കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു. ഒരു സംതിങ് കഴിയുമ്പോൾ ഇവർക്ക് യൂട്യൂബിൽ കൊടുക്കുന്നു. എന്താണല്ലേ? എടാ പൊറോട്ട പോരാ, കടയുടെ പേര് പറയണോ? ഉണ്ടല്ലേ? ആയിട്ടില്ല. കടയുടെ പേര് പറയാ പാടില്ല, മോശമല്ല. പറയണായിരുന്നു, തോന്നിയ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ. പക്ഷേ നമ്മളിങ്ങനെ ഇത് ഓക്കെ, ഇത് പൊറോട്ടയും ബീഫ് ചില്ലിയും. ഞാൻ ഒരു പൊറോട്ടയും പെട്ടെന്ന് നല്ല ബീഫ് കഴിക്കാൻ തോന്നുന്നു. നല്ലൊരു ഇത് കണ്ടു, വാങ്ങിച്ച്. എനിക്ക് കടയുടെ പേര് പറയാൻ കൂട്ടി വന്നു. അപ്പോൾ ഇനി ഇതിൽ ഫുഡിൻ്റെ റിവ്യൂ ആയിട്ട് ഉണ്ടാക്കിയ വീഡിയോ അല്ല. ഞാൻ ഇങ്ങനെ കുറച്ച് നാളെ ചിന്തിക്കുന്നു. പണ്ട് 4-5 കൊല്ലം മുമ്പ് ടിക്ടോക്കും യൂട്യൂബിലും ഓരോ ആൾക്കാർ ഓരോന്ന് കാണിക്കുന്നു. ഞാൻ അടുക്കുള്ള ആൾക്കാർ ഇതൊക്കെ പൊട്ടത്തരം കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫുഡിൻ്റെ ഒന്നുമല്ല, ഇട്ടൽ പൊട്ടത്തരം തന്നെ. നിങ്ങൾക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഞാനുണ്ട് നമ്മൾ എന്ത് പൊട്ടന്മാരാണ് ഇതാന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇപ്പം ഈ സെയിം ആൾക്കാർ ലക്ഷങ്ങളാണ് വീക്ക്ലി അടക്കം വാങ്ങുന്നത്. എന്നാൽ അവർ നൈസായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തോളും. പോസിറ്റീവും നെഗറ്റീവും എല്ലാം എന്താക്കി നമ്മൾ ഇലക്ഷനും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ന്യൂസിൽ വന്നു കഴിയുമ്പം അത് വോട്ടായിട്ട് മാറ്റുന്ന പറയുന്നവരെ ഇവരെല്ലാം ആ നൈസായിട്ട് അതിൽ കൊണ്ടുവന്നു. സംഭവിക്കണ്ട. ഇപ്പം കുറ്റം പറഞ്ഞ ആൾക്കാർ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു, ഇന്നിങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാനും പറയുന്നു, അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇപ്പം അന്ന് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു പോയത് പോയി. ഇതിപ്പം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വെറുതെ ഒന്ന് ഇതിൽ ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പൈസ കിട്ടുന്നില്ല. നമ്മൾ ഈ സമയം ഫുഡ് കഴിക്കുന്നു, വൈകിട്ട് ബോഡിക്ക് നല്ലത്. നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് പൈസ കിട്ടണമെന്ന് പറയുന്നത്, സമ്പാദിക്കണമെന്ന്. അപ്പോൾ അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കും അത് കണ്ടിരിക്കുന്നില്ലോ. ഇപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ ക്ലിക്കായി പോയെങ്കിലോ. വിശക്കുന്നുണ്ട് കഴിക്കും. ഈ ശരിക്കും ഞാൻ എന്തായാലും ഉദ്ദേശിച്ച ഈ വീഡിയോ എടുത്തത് ഫുഡിന് വെറുതെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക അല്ലേ. ഇപ്പം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം നാളെ അന്ന് നമ്മൾ ചെയ്തില്ല, പക്ഷെ വിട്ടുപോയി എന്ന് പറഞ്ഞോണ്ടിരുന്നത്. അതോർത്ത് അതൊരു ടോപ്പിക്, ആ സബ്ജക്റ്റ് വരുമ്പോൾ പക്ഷെ അത് ഓർത്തിരിക്കാണ്ട് ഇപ്പം എനിക്ക് ചെയ്തു തരാൻ തോന്നി ചെയ്യുന്നു. അന്ന് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിവുള്ളവന്മാർ നൈസായിട്ട് എല്ലാം മനസ്സിലാക്കി നൈസായിട്ട് കയറി.
അത് അവരുടെ കഴിവാട്ടോ, കുറ്റം പറയുന്നല്ല. അയ്യോ, അത് എൻ്റെ ഒക്കെ മിസ്റ്റേക്ക്. പക്ഷെ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് പറഞ്ഞു ചന്ദ്രൻ. ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഞാനിത് കാണുമ്പം വ്യൂസ് കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു, എന്താണെങ്കിലും ഇത് കിട്ടുന്നു. അവന്മാരുടെ കഴിവ് ചിന്തിക്കണം. കഴിവ് മാത്രമല്ല, ഒക്കെ ചെയ്യാനൊരു ഇതും വേണ്ടേ. ഇപ്പം നല്ല കാര്യം, നല്ല കഴിവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരും ഇത് ചെയ്യാൻ മടി കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ എന്താ അത് പഠിച്ചു ഇത് പഠിച്ചു അതാക്കുന്നു, നമ്മളതിന് ശമ്പളം വാങ്ങുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അത് ചെയ്യുന്നവരും ഇത് ചെയ്യുന്നവരുണ്ട്, അതൊന്നും ചെയ്യാൻ പഠിത്തമൊന്നും ഇല്ലാണ്ട് ഇത് മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഞാൻ ജോലി എടുക്കുന്നുണ്ട്, ഇതൊന്ന് നോക്കുന്നു. ഞാൻ ഇത് നോക്കി, ഞാൻ എൻ്റെ അടുത്ത് ഒരു മെയിലിനെ കണ്ടു ഫുഡിൻ്റെ. പക്ഷെ ഇതെല്ലാം ഫുഡ് മാത്രമാണ്. ഫുഡിനെ കുറിച്ച് ഇത് ഞാൻ ഫുഡ് ഫ്രണ്ടിൽ ഉണ്ടെന്നേ ഉള്ളൂ. എനിവേ സമ്മതിക്കട്ടെ, ഒരാളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ ഈ കല്യാണത്തിനും ഇതിനൊക്കെ പോകുമ്പം ഫുഡ് വെച്ച് കുടിക്കുമ്പോൾ ക്യാമറ കൊണ്ടെങ്കിൽ ഐസ് ഇങ്ങനെ വരികയല്ലേ, അപ്പം നമുക്കൊരു മടി ഉണ്ടല്ലേ. അപ്പം അന്നേരം നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിക്കൂല. ഇങ്ങനെ നിന്ന് അത് ഓർമ്മയില്ലേ? ഇപ്പം അതേവരെ അങ്ങനെ ഉണ്ടായിട്ട് ഇപ്പം നോക്കുക പോസ്റ്റ് ആക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നത്. കോമഡി തന്നെ, എല്ലാ സെറ്റപ്പുകളും മാറി. What I eat in a day? 10 പൊറോട്ടാസ്, എല്ലുകറി, മലയാളി. നിങ്ങൾക്ക് എടുക്കാൻ കാരണം ഞാൻ ജസ്റ്റ് എന്നാ പിന്നെ വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്താണ് ഇവർ കാണി ഫുഡാ മനസ്സിൽ വന്നേ. എന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുവാണല്ലോ എന്ന് വിചാരിച്ചു. ഇവരെന്താണ് ഈ കാണിക്കുന്നത് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് എടുത്തേന്ന്. ഇതുവരെ എനിക്ക് പറ്റും, എനിക്ക് തോന്നുന്നില്ല. സൂപ്പർ സൂപ്പർ. ഇതൊക്കെയാണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് ദൂരം തോന്നില്ല. ഒരു ഇരിക്കും എനിവേ. അവരോട് ഒട്ടും പോരാട്ടോ. പക്ഷെ പോരാ പറഞ്ഞാൽ ഈ കടയിൽ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് നല്ലതാ. ബാക്കി കടകളെ കമ്പയർ ചെയ്യുന്നില്ല. ആ കടയിൽ തന്നെ ഇതിന് മുമ്പ് നല്ല പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം വാങ്ങിച്ചപ്പം. പക്ഷെ അത് കുറച്ച് നാളുകൾക്ക് മുമ്പാട്ടോ. എന്ത് തോന്നുന്നു? ഇതിന് ഒരു വ്യൂ എങ്കിലും കിട്ടുമോ? ഒരു വ്യൂ കിട്ടും. എൻ്റെ ഇതും ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മതിയോ? ഓ, നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശം 10 സെക്കൻഡ് ഫുഡ് കഴിച്ചിട്ട് 10-20 സെക്കൻഡ് ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ ഒരു ഷോർട്സ് ആക്കിയിട്ട് ജസ്റ്റ് കിട്ടാമെന്ന് വിചാരിച്ചോ. പിന്നെ ഞാൻ സംസാരം തുടങ്ങിയത്. അപ്പം ഇപ്പം ഞാൻ ഈ ഷോർട്സിന് പകരം ഇത് വീഡിയോനായിട്ട് തന്നെ ഇടാം. ഞാൻ 9 മിനിറ്റ് സംസാരിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പം ഞാൻ ആർക്കണ്ടി സംസാരിച്ചേ കണ്ടിട്ട് അത് സ്കിപ്പടിക്കല്ലോ. മൊത്തം കിടാം അല്ലേ? ഒന്നും ഇടുന്നു പറഞ്ഞേക്ക്. ആർക്ക് വേണ്ടിയാ? എന്തെങ്കിലും ഐഡിയാസ് ഒന്നും ഉണ്ടെങ്കിൽ വേണ്ടപ്പാ, ഇതാക്കണ്ട അതാകണം, ചുമ്മാ തുടങ്ങിക്കോ. എന്താ നഷ്ടപ്പെടാനുള്ളേ? ഇതിപ്പോൾ എന്നെ എന്താ 2ാമത്തെ വീഡിയോ. ആദ്യത്തെ മിനിയാന്ന് 2 ദിവസം വിട്ടായിരുന്നു.
പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് നോക്കാം ഈ വീഡിയോ അങ്ങനെ ഉണ്ടാകും അല്ലേ. അല്ല പ്രത്യേകിച്ച് ഒന്നും വർഷം കഴിഞ്ഞായിരിക്കും ഇതാകുന്ന. ഒന്ന് ലിമിറ്റ് ആക്കാം, സോറി ഫിനിഷ് ആക്കാം. ഫുഡൊന്ന് ഒരു വാരി പരിച്ചൊക്കെ കഴിക്കട്ടെ. ഓക്കെ, ബൈ ഗായ്.